KPCC അധ്യക്ഷ സ്ഥാനം തിരിച്ചു കിട്ടാൻ കെ സുധാകരൻ AICCക്ക് മുൻപിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം KPCC അധ്യക്ഷ സ്ഥാനം സുധാകരന് തിരിച്ചു നൽകാമെന്നായിരുന്നു AICC നിലപാട്. ഇതിൽ നീരസം തോന്നിയ സുധാകരൻ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അധ്യക്ഷ സ്ഥാനം തിരിച്ചു നൽകിയില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന ഭീഷണിയാണ് സുധാകരൻ AICC നേതൃത്വത്തിന് മുൻപിൽ ഉയർത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിക്കുന്നതിനെ തുടർന്നാണ് സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും താൽക്കാലികമായി നീക്കിയത്. MM ഹസനായിരുന്നു KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല. കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ നടന്ന KPCC യോഗത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്താനുള്ള താൽപര്യം സുധാകരൻ അറിയിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കുക എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സുധാകരന് മറുപടി നൽകിയത്. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കോൺഗ്രസിൽ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് സുധാകരന്റെ നേതൃത്വത്തിൽ അതൃപ്തിയുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് സുധാകരനെ താൽക്കാലികമായി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താമെന്ന തീരുമാനത്തിലേക്ക് AICCയും എത്തിയത്. എന്നാൽ തന്നെ ഒതുക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സുധാകരൻ കോൺഗ്രസ് വിട്ട് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുമെന്ന് ഭീഷണി ഉയർത്തുകയായിരുന്നു. BJP എന്ന മറ്റൊരു ഓപ്ഷൻ തനിക്കുള്ളതായി പല ഇന്റർവ്യൂകളിലും സുധാകരൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും KC വേണുഗോപാലിനേക്കാൾ ആൾബലമുള്ള നേതാവാണ് K സുധാകരൻ എന്ന തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിരുന്നു. തുടർന്ന് ഖർഗെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയിൽ സുധാകരന്റെ ഒപ്പം കൂടാൻ മറ്റു പല കോൺഗ്രസ് നേതാക്കളും കാണുമെന്ന് മനസ്സിലാക്കിയതിനാൽ കൂടുതൽ ആലോചനകൾ കൂടാതെ സ്ഥാനം തിരിച്ചു നൽകുകയായിരുന്നു. എന്നാൽ ഈ നീക്കത്തിൽ KC വേണുഗോപാൽ, VD സതീശൻ, MM ഹസൻ തുടങ്ങിയ നേതാക്കൾ അതൃപ്തരാണ്. ഇനി ഈ നേതാക്കളും BJPയിൽ പോകുമെന്ന് പറഞ്ഞു നേതൃത്വത്തെ ഭയപ്പെടുത്തുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.